നമസ്കാരം. ഇന്നത്തെ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്ത വായിക്കുന്നത് ഷിംബുമോൻ. ഇന്നത്തെ വാർത്തയിലെ പ്രധാന ഘടകം: മുഖ്യമന്ത്രിയുടെ ഭാര്യ അണലിയടിച്ച് അണലി ആശുപത്രിയിലായി. ഓ, എനിക്കാരുണ്ട്, അയ്യോ എന്റെ മക്കൾക്കിനി ആരുണ്ട്, നീ എങ്ങനെ അവരെ വളർത്തേ, അയ്യോ ആ കാലമാടത്തെ കടിച്ചിങ്ങനെ ആയതാണേ, അയ്യോ. ഒരു പരസ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. സൈക്കിൾ ശല്യ അഗർബത്തികൾ വാങ്ങിക്കൂ, കത്തിക്കൂ, ശല്യപ്പെടുത്തൂ. നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം. അടുത്ത വാർത്ത: ജലദോഷ് കുമാറിന് പരിക്ക്. കോമഡി നടൻ ജലദോഷ് കുമാർ ഹിപ്പോയ്ക്ക് കാർ അപകടത്തിൽ പരിക്ക്. ഹിപ്പോ കാറിന്റെ പിന്നിൽ കയറിയപ്പോൾ മുൻവശം പൊങ്ങി കാർ മറിയുകയായിരുന്നു. ഐസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കോൾഡിനോസ് പെൻഗ്വിൻ എറണാകുളത്ത്. അന്റാർട്ടിക്കൻ രാജ്യമായ ഐസ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ശ്രീ കോൾഡിനോസ് തണുപ്പോവിച്ച് പെൻഗ്വിൻ എറണാകുളത്തെത്തി. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്നു. ഈ ഒരു പരസ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. വാരിക്കുഴി ഇയർബുക്ക് 2011. വിവരമില്ലാത്തവർക്ക് ഒരു വഴി കോട്ടി. വേൾഡ് കാർഡ് മാപ്പ്. 1001 പൊട്ട ചോദ്യവും 1002 പൊട്ട ഉത്തരവും. മന്ത്രിമാരുടെ അപ്പൂപ്പന്മാരുടെ പേരുകൾ. കണ്ടുപിടുത്തവും ഞണ്ടുപിടുത്തവും. ഒരു വാരിക്കുഴി പബ്ലിക്കേഷൻസ് ഉൽപ്പന്നം. നമസ്കാരം, നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കോട്ടനാട് കരയിൽ ഇന്നലെ നടന്ന വള്ളംകളിയിൽ മുഗ്യൻസ് ക്ലബ് ഇന്നലെ സമ്മാനം നേടി. ഒന്നാം സമ്മാനമായ 2 കിലോ കപ്പയും 1/2 കിലോ മത്തിക്കറിയും കിട്ടിയത് അവർ ആർത്തിയോടെ കഴിച്ചു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്.